ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2024 കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2024 ജനുവരി 1 ബഹിരാകാശ എക്സ്റേ കിരണങ്ങളെ ഉൾപ്പെടുത്തി തമോഗർത്തങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കുന്നതിന് ISRO ആരംഭിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ്. അപ്പോ ISRO 2024 ജനുവരി 1 ബഹിരാകാശ എക്സ്റേ കിരണങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാ? തമോഗർത്തങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കുന്നതിന് വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. PSLVയുടെ 60ാമത് ദൗത്യമാണ് എക്സ്പോസാറ്റ്. അപ്പൊ PSLVയുടെ എത്രാമത്തെ ദൗത്യമായിരുന്നു എക്സ്പോസാറ്റ് എന്ന് ചോദിച്ചാല് PSLVയുടെ 60ാമത് ദൗത്യമായിരുന്നു എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റിനെ ബഹിരാകാശത്തെത്തിച്ച പേടകമാണ് PSLV-C 58. അപ്പൊ നമ്മൾ പറഞ്ഞു 2024 ജനുവരി 1 തമോഗർത്തങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കുന്നതിന് ISRO ആരംഭിച്ച ദൗത്യമാണ് ഏത്? എക്സ്പോസാറ്റ്. അപ്പൊ എക്സ്പോസാറ്റ് എന്ന് പറയുന്ന ISROയുടെ 60ാമത്തെ, അതായത് നമ്മുടെ PSLVയുടെ 60ാമത്തെ ദൗത്യമാണ് ഏത്? എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. എക്സ്പോസാറ്റ് വിക്ഷേപിച്ച വിക്ഷേപണ വാഹനം ഏതെന്ന് ചോദിച്ചാൽ PSLV-C 58 എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ കൊട്ടാരക്കര നഗരസഭയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ കൊട്ടാരക്കര നഗരസഭയാണ്. ഇത് കൊല്ലം ജില്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിത ബുദ്ധി പ്രോസസർ വികസിപ്പിച്ച സർവകലാശാലയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിത ബുദ്ധി പ്രോസസർ AI പ്രോസസർ വികസിപ്പിച്ച സർവകലാശാല ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരള ഡിജിറ്റൽ സർവകലാശാലയാണ്. കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് നിലവിൽ വന്നത് അരൂറാണ്. അരൂർ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? അരൂർ, ആലപ്പുഴ ജില്ലയിലെ അരൂറാണ് കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് നിലവിൽ വന്നത്. ഇനി കേരളത്തിലെ ആദ്യ മെഗാ സീ ഫുഡ് പാർക്ക് നിലവിൽ വന്നത് ചേർത്തലയാണ്. കേരളത്തിലെ ആദ്യ മെഗാ സീ ഫുഡ് പാർക്ക് നിലവിൽ വന്നത് ചേർത്തലയാണ്. കേരള സർക്കാർ ആരംഭിച്ച സീ ഫുഡ് കഫേയാണ് ആഴാകുളം. ആഴാകുളത്ത് വിഴിഞ്ഞത്താണ് ഈ ആഴാകുളം എന്ന് പറയുന്ന സ്ഥലം. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പൊ കേരള സർക്കാർ ആരംഭിച്ച സീ ഫുഡ് കഫേ ഏതാണ്? ആഴാകുളം, വിഴിഞ്ഞം, തിരുവനന്തപുരമാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ ചിത്രശലഭം. 2024 പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ ചിത്രശലഭമാണ് മേഘമല വെള്ളിവരയൻ എന്ന് പറയുന്ന ചിത്രശലഭം. 2024 പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ ചിത്രശലഭമാണ് മേഘമല വെള്ളിവരയൻ. തുളസി വനം പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ എക്കോ ടൂറിസം പദ്ധതിയാണ് കോന്നി എക്കോ ടൂറിസം പദ്ധതി. അപ്പൊ തുളസി വനം പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ എക്കോ ടൂറിസം പദ്ധതി ഏതാണ്? കോന്നി എക്കോ ടൂറിസം പദ്ധതിയാണ്. ഇത് പത്തനംതിട്ട ജില്ലയിലാണ്. തുളസി വനം പദ്ധതി കോന്നി എക്കോ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ടത് പത്തനംതിട്ട ജില്ലയിലാണ് ഈ തുളസി വനം പദ്ധതി നടപ്പിലാക്കുന്നത്. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഓന്താണ് കങ്കാരു ഓന്ത്. അപ്പൊ ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഓന്താണ് കങ്കാരു ഓന്ത്. കങ്കാരു ഓന്താണ് ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനത്തിലുള്ള ഓന്ത്. ലോകത്തിലാദ്യമായി ആദിവാസികൾ മാത്രം അഭിനയിച്ച സിനിമയാണ് ധബാരി കുരുവി. അപ്പൊ ലോകത്തിൽ ആദ്യമായി ആദിവാസികൾ മാത്രം അഭിനയിച്ച സിനിമയാണ് ധബാരി കുരുവി.
ഈ ധബാരി കുരുവി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് പ്രിയനന്ദനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. അപ്പോ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മലയാളിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ സംവിധായകൻ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയാണ്. ലോകത്തിൽ ആദ്യമായി ആദിവാസികൾ മാത്രം അഭിനയിച്ച സിനിമയാണ് ധബാരി കുരുവി. സംവിധാനം പ്രിയനന്ദനാണ്. 2024 അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് കലാവിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോ കൊട്ടാരക്കര ഭദ്ര എന്ന് പറയുന്നത് കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കലാകാരിയാണ്. 2024 അന്തരിച്ച ആളാണ് കൊട്ടാരക്കര ഭദ്ര. ഇവർ ഏത് കലാവിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതെ, കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരള ദുരന്ത നിവാരണ അതോറിറ്റി നടപ്പിലാക്കുന്ന ആംഗ്യഭാഷാ പരിശീലനമാണ് പ്രാപ്യം. അപ്പൊ കേരള ദുരന്ത നിവാരണ അതോറിറ്റി നടപ്പിലാക്കുന്ന ആംഗ്യഭാഷാ പരിശീലനമാണ് പ്രാപ്യമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി നടപ്പിലാക്കുന്ന ആംഗ്യഭാഷാ പരിശീലനം. 2024 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. അപ്പൊ ഈ 2024 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇത് 2024 ജനുവരിയിലാണ് ഇതിന് ഉദ്ഘാടനം നടന്നത്. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖ നടപ്പിലാക്കുന്ന കേരള സർക്കാരിന്റെ പ്രചരണ പരിപാടിയാണ് തന്മുദ്ര. അപ്പൊ എന്താണ്? കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖ നടപ്പിലാക്കുന്ന നമ്മുടെ കേരള സർക്കാരിന്റെ പദ്ധതിയാണ് തന്മുദ്ര. 2024 ജനുവരിയിൽ 215-ാം വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ ചരിത്ര സംഭവം ഏതാണ്? അപ്പോ 2024 ജനുവരിയിൽ 215-ാം വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ ചരിത്ര സംഭവമാണ് കുണ്ടറ വിളംബരം. അപ്പൊ കുണ്ടറ വിളംബരത്തിന്റെ 215-ാം വാർഷികമാണ് 2024 ജനുവരിയിൽ ആഘോഷിച്ചത്. 2024 ജനുവരിയിൽ ആഘോഷിച്ച ചരിത്ര സംഭവമാണ് ഏതാണ്? 215-ാം വാർഷികം ആഘോഷിച്ചത് ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടാണ് എന്ന് ചോദിച്ചാൽ അത് കുണ്ടറ വിളംബരമാണ്. കുണ്ടറ വിളംബരം 1809 കുണ്ടറ വിളംബരം നടക്കുന്നത്. 2023-24 MK സാനു പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023-24 MK സാനു പുരസ്കാരം ലഭിച്ചത് MD വാസുദേവൻ നായർക്കാണ്. അപ്പൊ MK സാനു പുരസ്കാരം ലഭിച്ചത് MD വാസുദേവൻ നായർക്കാണ്. MD MK. അപ്പൊ MK സാനു പുരസ്കാരം 2023-24 ആർക്കായിരുന്നു? MD വാസുദേവൻ നായർക്കാണ്. 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് PK വീരമണി ദാസനാണ്. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PK വീരമണി ദാസൻ. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് PN ഗോപി കൃഷ്ണനാണ്. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PN ഗോപി കൃഷ്ണനാണ്. 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് PR കുമാര കേരളവർമ്മയ്ക്കാണ്. 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് PR കുമാര കേരളവർമ്മ. ഈ 2021 സ്വാതി സംഗീത പുരസ്കാരം നൽകിയിരിക്കുന്നത് 2024 അപ്പൊ 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PR കുമാര കേരളവർമ്മ. നാരകങ്ങളുടെ ഉപമ എന്ന 16ാമത് ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി ആരുടേതാണ്? അപ്പോ നാരകങ്ങളുടെ ഉപമ എന്ന 16ാമത് ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി ആരുടേതാണ്?
ഇ സന്തോഷ് കുമാറിൻ്റെതാണ്. ഇ സന്തോഷ് കുമാർ രചിച്ച കൃതിയാണ് നാരകങ്ങളുടെ ഉപമ. ഈ നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് 16ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത്. മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസ താരം. മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസ താരം എന്ന കൃതി രചിച്ചത് MK സാനുവാണ്. അപ്പൊ MK സാനുവിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. 2023-24 MK സാനു പുരസ്കാരം ലഭിച്ചത് MDക്കാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ അതുപോലെ തന്നെ മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസ താരം എന്ന കൃതി രചിച്ചത് MK സാനുവാണ്. ടി പത്മനാഭന്റെ ജീവിത കഥയെ ആസ്പദമാക്കി സുസ്മേഷ് ചന്ദ്രോത്ത് സംവിധാനം ചെയ്ത സിനിമയാണ് നളിനകാന്തി. അപ്പൊ ഏതാണ്, ആരുടെ ജീവിതകഥയെ ആസ്പദമാക്കിയ? ടി പത്മനാഭന്റെ ജീവിതകഥയെ ആസ്പദമാക്കി ആര് സംവിധാനം ചെയ്തു? സുസ്മേഷ് ചന്ദ്രോത്ത് സംവിധാനം ചെയ്ത സിനിമയാണ് നളിനകാന്തി. അപ്പൊ നളിനകാന്തി എന്ന് പറയുന്നത് ടി പത്മനാഭന്റെ ജീവിതകഥയെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ്. 2024 രാജ്യാന്തര കായിക ഉച്ചകോടി നടന്നത് കാര്യവട്ടത്താണ്. കാര്യവട്ടം തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പൊ 2024 രാജ്യാന്തര കായിക ഉച്ചകോടി നടന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തിലെ കാര്യവട്ടത്താണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ സേതു പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ഏതാണ്? അടൽ സേതു പാലമാണ്. ഈ അടൽ സേതു പാലം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ്? മുംബൈയെയും നവി മുംബൈയെയും തമ്മിലാണ് ഈ അടൽ സേതു പാലം ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് അടൽ സേതു പാലം. ഇത് ബന്ധിപ്പിക്കുന്നത് മുംബൈ, നവി മുംബൈ എന്നീ സ്ഥലങ്ങളെ തമ്മിലാണ്. ഹെപ്പറ്റൈറ്റിസ് എ പ്രതിരോധിക്കുന്നതിനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിനാണ് ഹാവി ഷുവർ. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ പ്രതിരോധിക്കുന്നതിനായി നമ്മുടെ ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ച വാക്സിനാണ് ഏത്? നമ്മുടെ ഹാവി ഷുവർ എന്ന് പറയുന്ന വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് എയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി. 2024 സമ്മതിദാന ദിനത്തിന്റെ പ്രമേയമാണ് നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നതാണ് 2024 വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത്. 2024 വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം എന്തായിരുന്നു? നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ. ദേശീയ കൈയെഴുത്ത് ദിനം. ദേശീയ കൈയെഴുത്ത് ദിനം എന്ന് പറയുന്നത് ജനുവരി 23-നാണ്. അപ്പൊ ദേശീയ കൈയെഴുത്ത് ദിനം എന്നാണ്? ജനുവരി 23-നാണ് ദേശീയ കൈയെഴുത്ത് ദിനം എന്ന് പറയുന്നത്. ഈ ജനുവരി 23-ന്റെ മറ്റൊരു പ്രത്യേകത, അന്നാണ് പരാക്രം ദിവസമായിട്ട് ആചരിക്കുന്നത്. പരാക്രം ദിവസം അന്നാണ്. അത് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ്. ജനുവരി 23 എന്ന് പറയുന്നത് പരാക്രം ദിവസ്. അതുപോലെ തന്നെ ജനുവരി 23 എന്താണ്? ദേശീയ കൈയെഴുത്ത് ദിനമായിട്ടും ആചരിക്കുന്നു. ദേശീയ കൈയെഴുത്ത് ദിനം. 2024 പത്മ പുരസ്കാരങ്ങളാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2024 പത്മ പുരസ്കാരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 132 ആണ്. 2024 132 പേർക്കാണ് എന്ത് കിട്ടിയത്? പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത്. അതിൽ പത്മവിഭൂഷൺ ലഭിച്ചത് 5 പേർക്കാണ്. 5 പേർക്ക് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ആ 5 പേർ ആരൊക്കെയാണ്? ഒന്നാമത്തത് വൈജയന്തി മാല, പത്മ സുബ്രഹ്മണ്യം, ചിരഞ്ജീവി, വെങ്കയ്യ നായിഡു, ബിന്ദ്രേശ്വർ പഥക്. ആർക്കൊക്കെയാണ്? വൈജയന്തി മാല, പത്മ സുബ്രഹ്മണ്യം, ചിരഞ്ജീവി, വെങ്കയ്യ നായിഡു, ബിന്ദ്രേശ്വർ പഥക് എന്നിവർക്കാണ് 2024 പത്മവിഭൂഷൺ ലഭിച്ചത്. ഇനി പത്മഭൂഷൺ ലഭിച്ചവരുടെ എണ്ണം 17 ആണ്. അപ്പൊ 2024 പത്മഭൂഷൺ ലഭിച്ചത് 17 ആളുകൾക്കാണ്. പത്മവിഭൂഷൺ ആണെങ്കിൽ 5 പേർക്കാണെന്ന് പറഞ്ഞു. പത്മഭൂഷൺ ലഭിച്ചത് 17 പേർക്കാണ്. ആ പത്മഭൂഷൺ ലഭിച്ചവരിൽ പ്രധാനികളെയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ പഠിക്കുന്നു.
അതിൽ ഒന്നാമത്തെ ആളാണ് മലയാളിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി. അതുപോലെ തന്നെ മലയാളിയായ ഒ രാജഗോപാൽ. അപ്പൊ പത്മഭൂഷൺ ലഭിച്ചവരിൽ 2 പേർ മലയാളികളാണ്. അത് ജസ്റ്റിസ് ഫാത്തിമ ബീവിയും ഒ രാജഗോപാലുമാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയും ഒ രാജഗോപാലും ഇവർ 2 പേരാണ് പത്മഭൂഷൺ ലഭിച്ചവരിൽ ഉൾപ്പെടുന്ന മലയാളികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിജയകാന്ത്, മിഥുൻ ചക്രവർത്തി, ഉഷ ഉതുപ്പ് എന്നിവർക്കും 2024 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ 2024 പത്മഭൂഷൺ ലഭിച്ചവരിൽ പ്രധാനികൾ ആരൊക്കെയാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി, ഒ രാജഗോപാൽ, വിജയകാന്ത്, മിഥുൻ ചക്രവർത്തി, ഉഷ ഉതുപ്പ് മുതലായവരാണ്. ഇനി പത്മശ്രീ ലഭിച്ചവരുടെ എണ്ണം 110 110 പേർക്കാണ് 2024 പത്മശ്രീ ലഭിച്ചത്. അതിൽ 6 മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട്. പത്മശ്രീ ലഭിച്ച 6 മലയാളികളെയാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. അതിലൊന്നാമത്തേതാണ് പി ചിത്രൻ നമ്പൂതിരിപ്പാട്, അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ഭായി, മുനി നാരായണ പ്രസാദ്, സദനം ബാലകൃഷ്ണൻ, ഇ നാരായണൻ, സത്യനാരായണ ബലേരി. അപ്പൊ ആർക്കൊക്കെയാണ് പത്മശ്രീ ലഭിച്ചവരിൽ ഉൾപ്പെടുന്ന മലയാളി ആരൊക്കെയാണെന്ന് ചോദിച്ചാല് പി ചിത്രൻ നമ്പൂതിരിപ്പാട്, അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ഭായി, മുനി നാരായണ പ്രസാദ്. ഇവര് 3 ആളും സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഇവർ നൽകിയ സംഭാവനയ്ക്കാണ് പത്മശ്രീ ലഭിച്ചത്. അപ്പൊ ആർക്കൊക്കെയാണ്? ചിത്രൻ നമ്പൂതിരിപ്പാട്, അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ഭായി, മുനി നാരായണ പ്രസാദ്. ഇവർക്ക് 3 ആൾക്കും എന്തിനാണ്? സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ മേഖലയില് ഇവർ നൽകിയ സംഭാവനയ്ക്കാണ് എന്ത് നൽകിയത്? ഇവർക്ക് പത്മശ്രീ ലഭിച്ചത്. പി ചിത്രൻ നമ്പൂതിരിപ്പാട്, അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ഭായി, മുനി നാരായണ പ്രസാദ്. അതുപോലെ സദനം ബാലകൃഷ്ണൻ കഥകളി കലാകാരനാണ്. കഥകളി രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനയ്ക്കാണ് സദനം ബാലകൃഷ്ണന് പത്മശ്രീ ലഭിച്ചത്. പിന്നെ നമ്മൾ പറയുന്നു ഇ നാരായണന് തെയ്യം കലാകാരനാണ്. ഇ നാരായണൻ. അദ്ദേഹം തെയ്യം മേഖലയില് നൽകിയ സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത്. അതുപോലെ സത്യനാരായണ ബലേരി പരമ്പരാഗത നെൽ കർഷകനാണ്. സത്യനാരായണ ബലേരി. അപ്പൊ സത്യനാരായണ ബലേരിയിൽ തന്നെ ഒരു അരിയുണ്ട്. നെല്ലിൽ നിന്നല്ലേ അരി കിട്ടുന്നത്. അപ്പൊ സത്യനാരായണ ബലേരിയാണ് പരമ്പരാഗത നെല്ല് കർഷകൻ. നെല്ല്, അരി, ബലേരി. അപ്പോ ഈ 6 പേർക്കാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് 2024 എന്ത് ലഭിച്ചത്? പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ പി ചിത്രൻ നമ്പൂതിരിപ്പാട്, അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ഭായി, മുനി നാരായണ പ്രസാദ്, സദനം ബാലകൃഷ്ണൻ, ഇ നാരായണൻ, സത്യനാരായണ ബലേരി. ഹരിയാനയിലെ കർണാലിൽ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങാണ് കുഫ്രി ഉദയ്. അപ്പൊ കുഫ്രി ഉദയ് എന്ന് പറയുന്നത് ഒരു സങ്കര ഇനം ഉരുളക്കിഴങ്ങാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതെന്താണ്? ഹരിയാനയിലെ കർണാലിലാണ് ഈ ഉരുളക്കിഴങ്ങ് വികസിപ്പിച്ചെടുത്തത്. അപ്പൊ ഇതൊരു സങ്കര ഇനം ഉരുളക്കിഴങ്ങാണ്. അതിന്റെ പേരാണ് കുഫ്രി ഉദയ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനാണ് പാർവതി ബർവ. അപ്പൊ ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാൻ ആരാണ്? പാർവതി ബർവയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാൻ. പാർവതി ബർവ. ഇന്ത്യൻ സൈന്യത്തിന്റെ സുബേദാർ പദവിയിൽ എത്തുന്ന ആദ്യ വനിതാ ഹവിൽദാർ ആണ് പ്രീതി രജക്. അപ്പോ പ്രീതി രജക്കാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ സുബൈദാർ പദവിയിലെത്തുന്ന ആദ്യ വനിതാ ഹവിൽദാർ. ആരാണ്? പ്രീതി രജക്. ഇവര് മധ്യപ്രദേശ് സ്വദേശിനിയാണ്. ഈ പ്രീതി രജക് എന്ന് പറയുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ സുബൈദാർ പദവിയിലെത്തുന്ന ആദ്യ വനിതാ ഹവിൽദാർ ആണ്. ആര്? പ്രീതി രജക്. മധ്യപ്രദേശ് സംസ്ഥാനത്തുള്ള ആളാണ്. 19ാമത് ചേരിചേര ഉച്ചകോടി നടന്നത് കമ്പാലയിലാണ്. 19ാമത് ചേരിചേര ഉച്ചകോടി നടന്നത് കമ്പാല, ഉഗാണ്ടയിലെ കമ്പാലയിലാണ് 19ാമത് ചേരിചേര ഉച്ചകോടി നടന്നത്.
2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് ജോഹന്നാസ്ബർഗ് ആണ്. അപ്പൊ 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ജോഹന്നാസ്ബർഗിലാണ്. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയിലാണ്. റഷ്യയാണ് 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത്. 2024 ജനുവരിയിൽ ലാൻഡ് ചെയ്ത ജപ്പാന്റെ ബഹിരാകാശ ദൗത്യമാണ് സ്ലിം എന്ന് പറയുന്നത്. അപ്പൊ 2024 ജനുവരിയിൽ ലാൻഡ് ചെയ്ത ജപ്പാന്റെ ബഹിരാകാശ ദൗത്യം ഏതാണ്? സ്ലിം ആണ്. സ്ലിം. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ കമ്പനി ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? മൈക്രോസോഫ്റ്റ് ആണ്. ഏറ്റവും മൂല്യമുള്ള കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. 2024 ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത് 2024 ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ലയണൽ മെസ്സിക്കാണ്. അപ്പൊ 2024 ഫിഫ പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം ആരെന്ന് ചോദിച്ചാല് അത് ലയണൽ മെസ്സിയാണ്. ഇനി 2024 ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലഭിച്ച വനിതാ ഫുട്ബോളർ ആരാണ്? എയ്റ്റാന ബോൺമാട്ടിയാണ്. അപ്പൊ 2024 ഫിഫ പുരസ്കാരം ലഭിക്കുന്ന വനിതാ ഫുട്ബോളർ ആരാണ്? എയ്റ്റാന ബോൺമാട്ടി. മികച്ച കോച്ചിനുള്ള ഫിഫ പുരസ്കാരമാണ് നേടിയത്. മികച്ച കോച്ചിനുള്ള ഫിഫ പുരസ്കാരം നേടിയത് പെപ്പ് ഗോർഡിയോളയാണ്. പെപ്പ് ഗോർഡിയോളയ്ക്കാണ് മികച്ച കോച്ചിനുള്ള ഫിഫ പുരസ്കാരം ലഭിച്ചത്. മികച്ച കോച്ചിനുള്ള ഫിഫ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പെപ്പ് ഗോർഡിയോള. പെപ്പ് ഗോർഡിയോള മികച്ച കോച്ച്. മികച്ച ഫെയർ പ്ലേക്കുള്ള പുരസ്കാരം നേടിയ ടീമാണ് ബ്രസീല്. അപ്പൊ മികച്ച ഫെയർ പ്ലേക്കുള്ള പുരസ്കാരം നേടിയ ടീം ഏതെന്ന് ചോദിച്ചാൽ അത് ബ്രസീലാണ്. ബ്രസീലിനാണ് മികച്ച ഫെയർ പ്ലേക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഇറാന്റെ വിദൂര സംവേദന ഉപഗ്രഹമാണ് സൊരായ. അപ്പൊ ഇറാന്റെ വിദൂര സംവേദന ഉപഗ്രഹത്തിന്റെ പേരാണ് സൊരായ. സൊരായ എന്നതാണ് ഇറാന്റെ വിദൂര സംവേദന ഉപഗ്രഹം. ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള കമ്പനിയാണ് ന്യൂറാലിങ്ക്. അപ്പൊ ന്യൂറാലിങ്ക് എന്ന് പറയുന്നത് ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള കമ്പനിയാണ്. 2024 ഇംഗ്ലണ്ടിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ പേരാണ് ഇഷ, ജോസ്ലിൻ എന്നിവ. അപ്പോ 2024 ഇംഗ്ലണ്ടിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? ഇഷ, ജോസ്ലിൻ എന്നിവയാണ് 2024 ഇംഗ്ലണ്ടിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ പേര്. 2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ചിത്രമാണ് ഓപ്പൺഹൈമർ. 2024 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? അത് ഓപ്പൺഹൈമർ ആണ്. 2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് നൽകിയിട്ടുള്ളത്. ഈ ഓപ്പൺഹൈമർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളനാണ്. അപ്പൊ സിനിമയുടെ സംവിധായകൻ ആരാണ്? ക്രിസ്റ്റഫർ നോളനാണ് ഓപ്പൺഹൈമർ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച നടനായി തിരഞ്ഞെടുത്തത് കിലിയൻ മർഫിയാണ്. ഇദ്ദേഹവും ഓപ്പൺഹൈമറിലെ അഭിനയത്തിനാണ് ഇദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്. കിലിയൻ മർഫി. മികച്ച നടി ലില്ലി ഗ്ലാഡ്സ്റ്റൺ ആണ്. മികച്ച നടി എന്ന് പറയുന്നത് ലില്ലി ഗ്ലാഡ്സ്റ്റൺ ആണ്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിക്കുന്ന മികച്ച നടി ലില്ലി ഗ്ലാഡ്സ്റ്റൺ ആണ്. ലില്ലി ഗ്ലാഡ്സ്റ്റൺ. 2024 ജനുവരിയിൽ അന്തരിച്ച ജർമ്മൻ ഫുട്ബോളറാണ് ബക്കർ ബോവർ എന്ന് പറയുന്നത്. 2024 ജനുവരിയിൽ അന്തരിച്ച ജർമ്മൻ ഫുട്ബോളർ ആരാണ്? ബക്കർ ബോവർ ആണ്. ബക്കർ ബോവർ 2024 ജനുവരിയിൽ അന്തരിച്ച ജർമ്മൻ ഫുട്ബോളറാണ് ബക്കർ ബോവർ. 2023 ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച പുരുഷ താരം ആരാണ്? പാറ്റ് കമ്മിൻസ് ആണ്. പാറ്റ് കമ്മിൻസ് ആണ് 2023 ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച പുരുഷ താരം
പാറ്റ് കമിൻസ് ആണ്. 2023 ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച വനിതാ താരമാണ് സ്കിവർ ബ്രന്റിനാണ് 2023 ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. അപ്പോ വനിതാ താരം ചോദിച്ചാൽ സ്കിവർ ബ്രന്റും പുരുഷ താരം ചോദിച്ചാൽ ആരാണ്? പാറ്റ് കമിൻസുമാണ് എന്ന് എഴുതുക. 2023 ICCയുടെ മികച്ച ടെസ്റ്റ് ക്രിക്കറ്റർ 2023 ICC പുരസ്കാരം ലഭിച്ച മികച്ച ടെസ്റ്റ് ക്രിക്കറ്റർ ആണ് ഉസ്മാൻ ഖ്വാജയാണ് 2023 ICC പുരസ്കാരം ലഭിക്കുന്ന ടെസ്റ്റ് ക്രിക്കറ്റർ. അപ്പൊ ടെസ്റ്റ് ക്രിക്കറ്റർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഉസ്മാൻ ഖ്വാജയാണ്. 2023 ICC പുരസ്കാരം ലഭിക്കുന്ന ഏകദിന ക്രിക്കറ്റർ ആരാ? വിരാട് കോഹ്ലിയാണ്. 2023 ICC പുരസ്കാരം ലഭിക്കുന്ന ഏകദിന ക്രിക്കറ്ററാണ് വിരാട് കോഹ്ലി. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയ പുരുഷ താരം യാനിക് സിന്നറാണ്. യാനിക് സിന്നറിനാണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം ലഭിക്കുന്നത്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം ലഭിക്കുന്ന പുരുഷ താരമാരാണ്? യാനിക് സിന്നർ. ഇറ്റലിക്കാരനായ യാനിക് സിന്നറിനാണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം ലഭിക്കുന്നത്. 2024 വനിതാ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം ലഭിക്കുന്നത് ആര്യാന സഫലങ്കയ്ക്കാണ്. 2024 വനിതാ ഓപ്പൺ കിരീടം ലഭിച്ചതാർക്കാണ്? ആര്യാന സഫലങ്ക, ബെലാറസ്കാരിയാണ്. അപ്പോ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയ പുരുഷ താരം ചോദിച്ചാൽ യാനിക് സിന്നറും വനിതാ താരം ചോദിച്ചാൽ ആരാണ്? ആര്യാന സഫലങ്കയുമാണ്. ബെലാറസ്കാരിയാണ് ആര്യാന സഫലങ്ക. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ നിയമസഭ. അപ്പൊ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ നിയമസഭ ചോദിച്ചാൽ അത് തളിപ്പറമ്പ്, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് നിയമസഭയാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് നിയമസഭയ്ക്കാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ നിയമസഭ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ നഗരസഭ പഠിച്ചായിരുന്നു. നഗരസഭ ഏതായിരുന്നു? കൊട്ടാരക്കരയായിരുന്നു അല്ലെ? കൊട്ടാരക്കരയായിരുന്നു. ഇനി വിദ്യാർത്ഥികളുടെ പരാതി പരിഹാരത്തിനായി ഓംബുഡ്സ്മാനെ നിയമിച്ച ആദ്യ സർവകലാശാല. വിദ്യാർത്ഥികളുടെ പരാതി പരിഹാരത്തിനായി ഓംബുഡ്സ്മാനെ നിയമിച്ച ആദ്യ സർവകലാശാലയാണ് കേരള സാങ്കേതിക സർവകലാശാല. അപ്പൊ കേരളത്തിലെ ഏതാണ്? കേരള സാങ്കേതിക സർവകലാശാല. എന്താണ് പ്രത്യേകത? വിദ്യാർത്ഥികളുടെ പരാതി പരിഹാരത്തിനായി ഓംബുഡ്സ്മാനെ നിയമിച്ച ആദ്യ സർവകലാശാലയാണ് കേരള സാങ്കേതിക സർവകലാശാല. രക്തദാനം ചെയ്യുന്നതിന് വേണ്ടി അവധി നൽകിയ ആദ്യ സർവകലാശാല ആണ് കേരള സർവകലാശാല. അപ്പൊ രക്തദാനം ചെയ്യുന്നവർക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആദ്യ സർവകലാശാല ഏതാണ്? നമ്മുടെ കേരള സർവകലാശാലയാണ് രക്തദാനം നൽകുന്നവർക്ക് അവധി പ്രഖ്യാപിച്ച ആദ്യ സർവകലാശാല എന്ന് പറയുന്നത്. കേരളത്തിൽ ആദ്യമായി ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് IHRD എഞ്ചിനീയറിംഗ് കോളേജ് കൊട്ടാരക്കരയിലാണ്. അപ്പൊ കേരളത്തിൽ ആദ്യമായി ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? IHRD എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അത് കൊട്ടാരക്കരയാണ് സ്ഥിതി ചെയ്യുന്നത്. IHRD എഞ്ചിനീയറിംഗ് കോളേജിലാണ് കേരളത്തിൽ ആദ്യമായി ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വന്നത്. പ്രൈവറ്റ് മേഖലയിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ്. ഇത് മൂവാറ്റുപുഴയാണ്. അപ്പോൾ പ്രൈവറ്റ് മേഖലയിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ചോദിച്ചാൽ അത് ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണ്. അത് മൂവാറ്റുപുഴയാണ്. എന്നാൽ ഗവൺമെന്റ് മേഖലയിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന് പറയുന്നത് ഏതാണ്? IHRD എഞ്ചിനീയറിംഗ് കോളേജ് ആണ്. അത് കൊട്ടാരക്കരയാണ്. അപ്പോ ഇത്രയുമാണ് നമ്മുടെ 2024 കറണ്ട് അഫയേഴ്സിന്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.